നമസ്കാരം, ഞാൻ സുമൻ കുമാറാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു ലോഗോ എങ്ങനെ വരയ്ക്കാം എന്നാണ്. അതിനുവേണ്ടി ഞാനൊരു പെൻസിൽ സ്കെച്ച് ചെയ്ത ഒരു ലോഗോ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്, സ്കാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇല്ലുസ്ട്രേറ്ററിലേക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നു, ഡയറക്റ്റല്ല ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. ഫയലിൽ പോയിട്ട് പ്ലേസ് എടുക്കുക. അവിടെ പോയതിന് ശേഷം ഞാൻ എൻ്റെ പാത്ത് കാണിച്ചു കൊടുക്കുകയാണ്. പ്ലേസ് ഞാൻ ലൈൻ എന്നൊരു സ്കാൻ ചെയ്ത പിക്ചർ എടുക്കുന്നു. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പിക്ചർ ഇതാണ്. ഞാൻ സൂം ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ലെയറിൽ പോയതിന് ശേഷം ലെയറിൻ്റെ അകത്ത് പോയിട്ട് ഓപ്ഷൻസ് എടുക്കുക. അതങ്ങ് ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്യുമ്പോൾ ഈ ഇമേജ് ലോക്കായിരിക്കും. തൊട്ട് മുകളിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വരയ്ക്കാൻ പറ്റില്ല. അത് ലോക്ക് ഓഫ് ചെയ്യുക. അകത്തെ ഇമേജ് ലെയർ മാത്രമേ, ലിങ്കായിട്ട് കിടക്കുന്ന ലെയർ മാത്രമേ ലോക്ക് ചെയ്യാവൂ. അതിനുശേഷം ഞാനിത് വരച്ചെടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമുക്ക് പെൻ ടൂൾ ഉപയോഗിക്കാം. അങ്ങനെ ഏത് ടൂൾ വേണമെങ്കിലും ഉപയോഗിക്കാം നമുക്ക്. ഞാനിപ്പോൾ പെൻ ടൂളാണ് ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ ഞാനൊരു സൈഡിൽ നിന്ന് വരച്ചു തുടങ്ങിയാണ്. നമ്മളിപ്പോൾ ഇതിലിപ്പം വരച്ചപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പെൻസിലിലൊക്കെ അങ്ങോട്ടൊക്കെ സ്കെച്ച് ഷെയ്ഡ് അങ്ങോട്ടൊക്കെ മാറി തിരിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. നമ്മളിവിടെ വരയ്ക്കുമ്പോൾ കുറച്ച് ഫ്ലോയിൽ വരച്ചെടുക്കുക. ഓക്കെ, ഞാനിവിടെ ഫിൽ കളർ ഓഫ് ചെയ്യുക, സ്ട്രോക്ക് കളർ മാത്രം ഇടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരെണ്ണം വരച്ചാൽ മതി, കാരണം ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇത് തന്നെ കോപ്പി ചെയ്താൽ മതി. ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ട്രാൻസ്ഫോം, റിഫ്ലക്റ്റ്, ഹൊറിസോണ്ടൽ, പ്രിവ്യൂ എടുക്കുക, കോപ്പി എടുക്കുക. അപ്പോൾ നമുക്ക് തിരിഞ്ഞാണ് ഇരിക്കേണ്ടത്. അത് വീണ്ടും ട്രാൻസ്ഫോം ചെയ്തിട്ട് റിഫ്ലക്റ്റ്, അത് വെർട്ടിക്കൽ എടുത്തതിന് ശേഷം കോപ്പി എടുക്കരുത്, ഓക്കെ എടുക്കുക. എന്നുവെച്ചാൽ ഇത് കറക്റ്റായിട്ടൊന്ന് കൊണ്ടുവയ്ക്കുക. അപ്പോൾ ആ പോർഷൻ കംപ്ലീറ്റ് ആയി. വീണ്ടും പെൻ ടൂൾ എടുക്കുന്നു. അതിനുശേഷം ഈ പോർഷൻസ് ജസ്റ്റ് വരയ്ക്കുന്നു. ഞാൻ മൊത്തം വരച്ചില്ല, പകരം ഞാനിവിടെ പോയിട്ട് സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം ഇതിൻ്റെ സ്ട്രോക്ക് സൈസ് പോയിൻ്റ് ഉണ്ടല്ലോ, ജസ്റ്റ് ഞാൻ കൂടുതൽ കൊടുക്കുന്നു. കണ്ടോ എത്രയാണ്? അത് കറക്റ്റ് സെൻറ്ററിലേക്ക് വയ്ക്കുക. അതിനുശേഷം ഒബ്ജക്റ്റിൽ പോയിട്ട് എക്സ്പാൻഡ് കൊടുക്കുക. ഓക്കെയുടെ ശേഷം നമുക്കിവിടെ സ്ട്രോക്ക് ആയിട്ട് മാത്രം ആക്റ്റീവ് ആക്കി കൊടുക്കുക. ഇവിടെ പോയതിനു ശേഷം നമുക്കിവിടെ കിട്ടി. ഇനി ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന്. ഓക്കെ, വീണ്ടും പെൻ ടൂൾ എടുത്തു, അതിൻ്റെ ലീഫ് വരയ്ക്കുന്നു. ഓക്കെ, എൻ്റെ സെൻട്രലിലൂടെ ലൈൻസ് ജസ്റ്റ് പെൻ ടൂൾ വെച്ച് മാത്രം വരച്ചിട്ടേക്കുന്നു. ഓക്കെ, ഇനി നമ്മളിവിടെ ടെക്സ്റ്റ് വരയ്ക്കാനുള്ളതാണ്. അതിനുവേണ്ടി നമ്മളിവിടെ ടെക്സ്റ്റ് വരച്ചിടുകയാണ്. ഓക്കെ, ഇതിൻ്റെ കോപ്പി എടുത്തതിന് ശേഷം ഒന്ന് സ്കെയിൽ ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് ഒരേ അളവിൽ സെറ്റ് ചെയ്യാം. നമുക്കിതൊന്ന് ആദ്യം ജസ്റ്റ് ഡ്രോ ചെയ്യാണ്. ഇപ്പോൾ എല്ലിന് കുറച്ച് കനം കൂടിയിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് ഡിലീറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഐക്കെടുത്ത് അതേ പോർഷൻ എടുക്കുകയാണ്. ഇത് കുറച്ച് കറക്റ്റ് സെറ്റ് ചെയ്തുകൊണ്ട് വെച്ചതിന് ശേഷം ആൾട്ട് പ്രസ് ചെയ്ത് കോപ്പി എടുക്കുക, ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഇത് രണ്ടുകൂടെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മുടെ പാത്ത് ഫൈൻഡർ ഉണ്ടല്ലോ, വിൻഡോയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പാത്ത് ഫൈൻഡർ കിട്ടും. കണ്ടോ, അതിൽ പോയതിന് ശേഷം ജസ്റ്റ് ഞാനിവിടെ ആഡ് കൊടുക്കും. ഒറ്റ ഒബ്ജക്റ്റായി ഡയറക്റ്റ് സെലക്ഷൻ കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ട ആ ഷേപ്പിലേക്ക് ജസ്റ്റ് എഡിറ്റ് ചെയ്യാം. അതിവിടെ നമുക്ക് ഇങ്ങനെ എഡിറ്റ് ചെയ്യാം. ഇനി എമ്മിൻ്റെ പോർഷൻ വരുന്നിട്ട് ജസ്റ്റ് കൊണ്ടുവച്ചു. ഓൾട്ട് പ്രസ് ചെയ്ത് ഈ പോർഷൻ കൊണ്ടുവച്ചു.
ഇവിടെ കൊണ്ടുവച്ചതിന് ശേഷം ഓക്കെ, ഈ പെൻ ടൂൾ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഷേപ്പ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഒറ്റ ഒബ്ജക്റ്റായി ഇതായി ഇവിടെ കിടക്കുന്ന പോയിന്റ് പെൻ ടൂൾ വെച്ച് ജസ്റ്റ് ഡിലീറ്റ് ചെയ്താൽ മതി. നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടും. വീണ്ടും പെൻ ടൂൾ എടുത്തതിന് ശേഷം ഇതായി ഇവിടുത്തെ ഷേപ്സ് കിട്ടാൻ വേണ്ടി ഓക്കെ, ജസ്റ്റ് അത് വേണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ട്രാൻസ്ഫോം റിഫ്ലക്റ്റിൽ പോയിട്ട് ജസ്റ്റ് വെർട്ടിക്കൽ കോപ്പി എടുത്താൽ മതി. കോപ്പി എടുത്തു കഴിഞ്ഞാൽ ഈ പോർഷൻ ഫില്ല് ചെയ്യാൻ പറ്റും നമുക്ക്. അവിടെ കുറച്ച് മുകളിലോട്ടാണ് അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്കതൊന്ന് അങ്ങോട്ട് എഡിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇത്ര സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുക. പെൻ ടൂൾ എടുത്തതിന് ശേഷം ഓക്കെ സെലക്ട് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു പോർഷൻ ഡിലീറ്റ് ചെയ്യേണ്ടായിരുന്നു. പെൻ ടൂൾ വെച്ചത് മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഷേപ്പായി. നമുക്ക് ലോഗോ പെട്ടെന്ന് വരച്ച് തീർന്നു. ഇനി നമുക്ക് ലെയറിൽ പോയിട്ട് ജസ്റ്റ് നമ്മുടെ ലിങ്ക് ലെയർ ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് നോക്കുക. നമ്മൾ വരച്ചത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കളർ ആഡ് ചെയ്യുക എന്നതാണ്. ഓക്കെ, നമ്മൾ കളർ ആഡ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ടെക്സ്റ്റ് എല്ലാം കൂടെ ഞാൻ സെലക്ട് ചെയ്യുന്നു. ലെയറെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് സ്വാച്ചസ് എടുത്തതിന് ശേഷം ജസ്റ്റ് യെല്ലോ കളർ ലൈമിൻ്റെ കളർ കൊടുക്കുന്നു. സ്ട്രോക്ക് കളർ ഓഫ് ചെയ്യുന്നു. ഓക്കെ, കുറച്ചും കൂടെ കളറൊന്ന് ഗൈഡിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അത്ര വേണ്ട. ഓക്കെ, ഞാനിതിന് ഐ ഡ്രോപ്പ് വെച്ച് കളർ പിക്ക് ചെയ്തിരുന്നു. പിക്കിന് ശേഷം നമ്മൾ ഗ്രേഡിയൻറ്റ് ടൂളുണ്ട്, ഗ്രേഡിയൻ്റ് എടുക്കുക. ജസ്റ്റ് ഗ്രേഡിയൻ്റ് ആഡ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ കൊടുത്ത കളർ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഐ ഡ്രോപ്പ് എടുത്ത് ജസ്റ്റ് പിക്ക് ചെയ്താൽ മതി. ഈ ജസ്റ്റ് പിക്കറിലും പോയതിനു ശേഷം ഐ ഡ്രോപ്പ് എടുത്ത് എന്ത് ചെയ്യുക, പിക്ക് ചെയ്യുക. ഇനി ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എഡിറ്റ് ചെയ്യാം. കളർ ഗേറ്റിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് എഡിഷൻസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ശേഷം ഇത് സെലക്ട് ചെയ്യുന്നു. ഐ ഡ്രോപ്പ് എടുത്തിട്ട് ഇത് തന്നെ പിക്ക് ചെയ്യുന്നു. പിക്ക് ചെയ്തതിനു ശേഷം ഈ ലെയർ ബാക്കിലേക്ക് വരാൻ വേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ട്രാൻസ്ഫോം അല്ല, അറേഞ്ച് സെലക്ട് ബാക്ക് കൊടുക്കുന്നു. അവിടെ ഗ്രേഡിയൻ്റ് ടൂൾ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഓക്കെ ജസ്റ്റ് വരയ്ക്കുന്നു. ഇനി ഇത് തന്നെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഗ്രേഡിയൻ്റ് കൂടെ നിൽക്കേണ്ടത്. ഇത് തന്നെ സെലക്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ട്രാൻസ്ഫോം റിഫ്ലക്റ്റ് കോപ്പി, ട്രാൻസ്ഫോം റിഫ്ലക്റ്റ് വെർട്ടിക്കൽ. ഓക്കെ, കോപ്പി അല്ല, ജസ്റ്റ് അതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ഞങ്ങൾ ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ്. ഓക്കെ, നമ്മുടെ ലോഗോ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഈ പോർഷനിൽ കൊണ്ടുപോയിട്ട് ഞാൻ ഗ്രീൻ കളർ കൊടുക്കണം. ജസ്റ്റ് സ്ട്രോക്ക് കളർ കളയുക. ഓക്കെ, ഞാൻ കൊടുത്താൽ മതി. ഇത് സെലക്ട് ചെയ്യാൻ ഹൈ ഡ്രോപ്പ് കളർ ഫില്ല് ചെയ്യുന്നു. ഇനി ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഞാനിവിടെ ഡിവൈഡ് കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം എനിക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കളറിൽ പോയിട്ട് ഈ ചെറിയൊരു വേരിയേഷൻ സ്ട്രോക്ക് കളർ നടക്കുന്നത് ഫിൽ കളറിൽ പോയിട്ട് ജസ്റ്റ് കളറും ചേഞ്ച് ചെയ്ത് കൊടുക്കുക, തിരിച്ചിറങ്ങുക. ഓക്കെ, എൻ്റെ സിമ്പിൾ ഒരു ലോഗോ പെട്ടെന്ന്, ഞാനതിനകത്ത് വേറെ ഡീറ്റെയിൽ ഒന്നും കൊടുത്തില്ല, പെട്ടെന്ന് തന്നെ ഒരു ലോഗോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ജസ്റ്റ് Ctrl+G ഗ്രൂപ്പ് ചെയ്യുക. നമുക്കിനിയും ലോഗോകളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇത് വളരെ സിമ്പിളായിട്ടൊരു ലോഗോ എങ്ങനെ ചെയ്യാം എന്നാണ് ഞാൻ വരച്ച് പഠിപ്പിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ
ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.